പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെയുള്ള അതിൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 10 വർഷം തികയുകയാണ്. ഈ ഘട്ടത്തിൽ, ഈ 10ാം വർഷത്തിൽ കഴിഞ്ഞ ദശകത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും തിരുത്തുകയും നവീകരിക്കുകയും ചെയ്തുകൊണ്ട് ഭാവിയിലേക്കുള്ള ഒരു കുതിപ്പിന് നാം സജ്ജമാവുകയാണ് വേണ്ടത്. 2007 ഫെബ്രുവരി 17 അന്ന് 3 സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ചേർന്നുകൊണ്ട് ഒന്നായി ചേർന്ന് ഇന്ത്യയുടെ ധമനികളിലൂടെ ഒന്നിച്ചൊഴുകുവാൻ തീരുമാനിച്ച ദിവസമായിരുന്നു അന്ന്. ഏതൊരു പ്രസ്ഥാനവും, ഏതൊരു ജീവൽ പ്രസ്ഥാനത്തിൻ്റെയും ഗുണം അതിൻ്റെ സ്വഭാവത്തിൽ നിലീനമായിരിക്കുന്ന സംഗതിയാണ് ഭൂതകാലത്തിലേക്ക് നോക്കുകയും എന്നിട്ട് തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് മുമ്പോട്ടുള്ള കുതിപ്പിന് ഊർജം ശേഖരിക്കുക എന്നുള്ളത്. അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടി പുറകോട്ട് പോയി നമുക്ക് ചെയ്യാനുള്ള സംഗതി, 25 വർഷത്തിന് മുമ്പ് കേരളത്തിലൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഈ പ്രസ്ഥാനം ഇന്ന് രാജ്യത്തിൻ്റെ 15 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ വ്യവസ്ഥാപിതമായ ഘടനയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മിത്രങ്ങൾക്ക് ഒരു സാന്ത്വന ലേപമായും അതിൻ്റെ ശത്രുക്കൾക്ക് പ്രഹരശേഷിയായും നിലനിൽക്കുകയാണ്. 15 സംസ്ഥാനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ വേറെയും 10ഓളം സംസ്ഥാനങ്ങളിൽ അതിൻ്റെ സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 25 വർഷം മുമ്പ് നാം എന്താണ് മുന്നറിയിപ്പ് നൽകിയത് എന്ന് വെച്ചാൽ, ഫാഷിസം അധികാരം പിടിക്കാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് 25 വർഷം മുമ്പ് നമ്മൾ നൽകി. ആ 25 വർഷം മുമ്പ് നമ്മൾ നൽകിയിട്ടുള്ള ആ മുന്നറിയിപ്പ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അവർ ഒരു തരം കൊള്ളക്കാരാണ്. അവർ രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും എല്ലാ നന്മകളെയും കൊള്ളയടിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും നൽകിയിട്ടില്ലാത്തവർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കൊള്ളയടിക്കുന്നു. ഇതിലൂടെയുള്ള ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അവർ കൊള്ളയടിക്കുകയാണ്. അത് ഒരു വർഗീയ, വംശീയ, വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു മതാന്ധത രാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് അവർ ഈ കൊള്ളയടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വിഭവങ്ങളും അതിൻ്റെ സമ്പത്തും അതിൻ്റെ ധനവും അതിൻ്റെ ഭൂമിയും അവർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊള്ളയടിക്കുന്നു. ആകാശവും അതിൻ്റെ ശൂന്യതയും ഭൂമിയും അതിൻ്റെ ഖനിജങ്ങളും സമുദ്രവും അതിൻ്റെ ആഴവും ഒക്കെ തന്നെ അവർ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, അവരുടെ മാനസപുത്രന്മാരായ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം വളരെയേറെ ഇന്ത്യ രാജ്യം വളരെയേറെ വിലമതിച്ചുകൊണ്ടിരുന്നു. നാനാത്വത്തിലെ ഏകത്വം എന്ന ഒരു സ്നേഹസങ്കല്പത്തെ അട്ടിമറിച്ചുകൊണ്ട് വിദ്വേഷാത്മകമായ ഒരു അന്തരീക്ഷം, ആ വിദ്വേഷാത്മകതയുടേതായ ഒരു തീ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിലുടനീളം. ഇത്തരം സന്ദർഭങ്ങൾ, ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഐക്യപ്പെടുക എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ഐക്യപ്പെടണം, മുസ്ലിങ്ങളും ദളിതുകളും ഐക്യപ്പെടണം, മുസ്ലിങ്ങളും ദളിതുകളും ക്രിസ്ത്യാനികളും ആദിവാസികളും തുടങ്ങി രാജ്യത്തുള്ള മുഴുവൻ മതവിഭാഗങ്ങളും ഐക്യപ്പെടണം. മതമുള്ളവരും മതമില്ലാത്തവരും ഐക്യപ്പെടണം. ഈ ഐക്യത്തിൽ മതേതര വിശ്വാസികൾ ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ ഐക്യനിര രൂപപ്പെട്ടു വരണം. ആ ഐക്യനിര രൂപപ്പെട്ടു വന്നുകൊണ്ട് രാജ്യത്ത് ഒരു
ഫാഷിസത്തിനെതിരെയുള്ള ഒരു രണഭൂമി, രണവേദി തുടങ്ങുകയാണ് ഇപ്പോൾ വേണ്ടത്. അതിനുള്ള സമയമായിരിക്കുന്നു. വിദ്വേഷത്തിൽ നിന്ന്, അസഹിഷ്ണുതയിൽ നിന്ന് മുക്തമായ, തുല്യനീതിയും ന്യായമായ അവസര സമത്വവും ലഭിക്കുന്ന ഒരു സഹിഷ്ണുവായ ഇന്ത്യക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടം തുടങ്ങുവാൻ സമയമായിരിക്കുന്നു.